അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. മഹീഖുൽ ഖുർആനിന്റെ 4-ാമത്തെ സെഷനിലെ 2-ാമത്തെ ക്ലാസ്സിൽ സൂറത്തുൽ ഫജ്റിലെ 6 മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد. ആദ്യമായി 6, 7, 8 വചനങ്ങൾ നോക്കാം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ആദ് സമുദായത്തെ കൊണ്ട് നിന്റെ രക്ഷിതാവ് എന്ത് ചെയ്തുവെന്ന് നീ കണ്ടില്ലേ? അലം തറ എന്ന് പറഞ്ഞാൽ നീ കണ്ടില്ലേ? കൈഫ എങ്ങനെയാണ്, ഫഅല റബ്ബുക നിന്റെ റബ്ബ് ചെയ്തത് എന്ന്. ബിആദിൻ ആദിനെ കൊണ്ട്. അപ്പൊ ആദിനെ കൊണ്ട് നിന്റെ റബ്ബ് എന്ത് ചെയ്തു എന്ന് നീ കണ്ടില്ലേ എന്നാണ്. ശേഷം ഇറമ ദാത്തിൽ ഇമാദ്, അതായത് തൂണുകളുടെ ഉടമകളായ ഇറം ഗോത്രത്തെ കൊണ്ട്. ഇറം എന്ന് പറഞ്ഞാൽ ആ ഗോത്രത്തിന്റെ പേരാണ്, വിശദീകരിക്കാം. ദാത്തിൽ ഇമാദ് എന്ന് പറഞ്ഞാൽ ഇമാദുള്ളവരായ അല്ലെങ്കിൽ തൂണുകളുള്ളവരായ, അപ്പോ തൂണിന്റെ ഉടമകളായ എന്നർത്ഥമാണ് അവിടെ ഉള്ളത്. 8-ാമത്തെ വചനം അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. തത്തുല്യമായിട്ടൊന്ന് രാജ്യങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്തതായ ഗോത്രം. അല്ലത്തി എങ്ങനെയുള്ളതാണ്? കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ ആ ജനവിഭാഗം എന്ന് പറഞ്ഞാൽ ലം യുഖ്ലഖ് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, മിസ്ലുഹ അതിന് തുല്യമായിട്ടുള്ള. അപ്പോൾ തത്തുല്യമായിട്ടൊന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത ഫിൽ ബിലാദ് എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളിൽ തത്തുല്യമായതൊന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്തതായ ജനവിഭാഗം, ഗോത്രം. അഥവാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻകാലക്കാരൊന്നും ചെയ്ത് പരിചയമില്ലാത്തതായ, അവർക്കാർക്കും അറിയാത്തതായ അത്രയും മാറ്റങ്ങൾ, അത്രയും വലിയ മാറ്റങ്ങളും അത്രയും വലിയ വികസനങ്ങളും അവരുടെ കരങ്ങളാൽ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ജനവിഭാഗത്തെ കൊണ്ട് അവരുടെ റബ്ബ് അല്ലെങ്കിൽ നിന്റെ റബ്ബ് എന്താണ് ചെയ്തത് എന്ന് നീ കണ്ടില്ലേ എന്നാണ് ഈ ആയത്തുകളിലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ആയത്തിലുള്ള അഭിസംബോധന എന്ന് പറഞ്ഞാൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. അതിലെ അലം തറ എന്ന ആ ഒരു പ്രയോഗം അതൊരിക്കലും തന്നെ പ്രവാചകനോട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രയോഗമല്ല, മറിച്ച് അത് ലോകത്ത് വരുന്ന എല്ലാ ജനങ്ങളോടുമുള്ള, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന എല്ലാ ജനങ്ങളോടുമുള്ള പ്രയോഗമാണ് യഥാർത്ഥത്തിൽ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഏതൊരാളുടെയും മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്തയാണ്, അത്രയും വലിയ ജനവിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുമല്ലാതാക്കി മാറ്റിയല്ലോ എന്ന ആ ഒരു ബോധം. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ തങ്ങളിലേക്ക് നിയോഗിതനായ പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറായിരുന്നില്ല എന്നതാണ്. ഇനി ആരാണ് ആദ് സമൂഹം? ആദ് സമൂഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജസീറത്തുൽ അറബിന്റെ കിഴക്ക് ഭാഗത്തുണ്ടായിരുന്ന അറിയപ്പെട്ട ഒരു ഗോത്രത്തിന്റെ പേരാണ് ആദി എന്നുള്ളത്. അതേപോലെ തന്നെ അതിന്റെ ശേഷം പറഞ്ഞ ഇറം എന്ന് പറഞ്ഞാൽ അവരുടെ പിതാക്കളിലെ ഒരാളുടെ പേരാണ് ഇറം എന്നുള്ളത്. ആദി എന്നതും അതേ പേര് തന്നെയാണ്, പക്ഷെ അത് ഗോത്രത്തിന്റെ പേരായിക്കൊണ്ട് പിന്നീട് സ്വീകരിച്ചു. അവരുടെ ആ ഒരു വംശപരമ്പര നോക്കുകയാണെങ്കിൽ ആദ് ബിൻ ഔസ് ബിൻ ഇറം ബിൻ സാം ബിൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബിയിലേക്കാണ് അവർ എത്തിപ്പെടുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നൂഹ് നബിയുടെ മകനായ സാമിന്റെ മകനായ ഇറം, ആ ഇറമിന്റെ മകനായ ഔസിന്റെ മകനായ ആദ്, അങ്ങനെയാണ് ആ ഒരു വംശപരമ്പര ഉള്ളത്. അതിൽ ഇറം എന്ന പേരുള്ള അവരിലേക്ക് ചേർത്തുകൊണ്ടാണ് അവരുടെ ആ ഒരു നാടിനെ അവർ വിളിക്കുന്നത്. ആദി എന്ന ആ പിതാവിലേക്ക് ചേർത്തിയിട്ടാണ് അവരുടെ ഗോത്രത്തെ വിളിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇറം എന്നുള്ളത് അവരുടെ നാടിന്റെ പേരായിക്കൊണ്ട് അവർ സ്വീകരിക്കുന്നു. ആദി എന്നുള്ളത് അവരുടെ വർഗത്തിന്റെ പേരെ അല്ലെങ്കിൽ ഗോത്രത്തിന്റെ പേരായിക്കൊണ്ട് അവർ അത് സ്വീകരിക്കുന്നു. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള കാര്യമാണ്. എന്തായാലും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ശക്തരായുള്ള ജനവിഭാഗമായിരുന്നു. അവരിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ നിയോഗിച്ചത്. എന്നാൽ ആ ഹൂദ് നബിയുടെ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവാചകത്വമോ ഒന്നും തന്നെ അവർ സ്വീകരിക്കുകയോ ഞങ്ങളെക്കാൾ വലിയൊരു ദൈവം ഇനിയില്ല, ഞങ്ങളാണ് ഏറ്റവും വലിയ ദൈവം എന്ന ആശയത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് പ്രവാചകനായ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയെ ശക്തമായ രീതിയിൽ തന്നെ പരിഹസിച്ച് തള്ളുകയും ചെയ്തു എന്നതാണ്. അവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത സന്ദർഭങ്ങളിലായിക്കൊണ്ട് പരാമർശിക്കുന്നുണ്ട്. സൂറത്തുൽ ഫുസ്സിലത്തിലെ 15, 16 വചനങ്ങൾ നമുക്ക് കാണാം. അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ്വ. അവലം യറൗ അവർ കാണുന്നില്ലേ, അന്നല്ലാഹല്ലദീ ഖലഖഹും
അവരെ സൃഷ്ടിച്ചവരായ അവരുടെ റബ്ബ് ഹുവ അശദ്ദു മിൻഹും ഖുവ, അവൻ സ്വാഭാവികമായും അവരെക്കാൾ ശക്തനാകുമല്ലോ. വകാനു ബി ആയാതിനാ യജ്ഹദൂൻ, അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ പരിഹസിച്ചു തള്ളുകയാണ്, അതിനെ നിഷേധിക്കുകയാണ്. അങ്ങനെ ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറ ഫി അയ്യാമിൻ നഹിസാത്ത്, അങ്ങനെ അവർക്ക് ദുരിതം പിടിച്ച ഏതാനും ചില ദിവസങ്ങളിൽ അവരുടെ നേരെ ഉഗ്രമായൊരു ശീതക്കാറ്റ് നാം അയക്കുകയും ചെയ്തു. ലിനുദീഖഹും അദാബൽ ഖിസ്യി ഫിൽ ഹയാത്തിദ് ദുനിയ, ഭൗതിക ജീവിതത്തിൽ തന്നെ അവർക്ക് നിന്ദ്യത കൈവരിപ്പിക്കുവാൻ വേണ്ടി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിന്ദ്യത അവരെ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഈ ലോകത്ത് അവർ അനുഭവിച്ച ശിക്ഷ അത് മാത്രമല്ല അവർക്കുള്ളത്, മറിച്ച് വല അദാബുൽ ആഖിറതി അഖ്സ, അതിനേക്കാൾ നിന്ദ്യകരമായിരിക്കും ആഖിറത്തിലുള്ള അല്ലാഹു നിശ്ചയിച്ച അവരുടെ ശിക്ഷ. വഹും ലാ യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുകയില്ല, അല്ലെങ്കിൽ സഹായികളായി അവർക്ക് ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല എന്നാണ്. ഈ ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ രീതിയിലുള്ള ശീതക്കാറ്റും ഉഗ്രമായ കൊടുങ്കാറ്റും മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനവിഭാഗത്തെ പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞു എന്നാൽ 7 രാത്രിയും 8 പകലുകളും തുടർച്ചയായ രീതിയിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റായിരുന്നു. ഈ ഒരു സംഭവം യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനതയായ നാം ആ പ്രവാചകന്റെ നിർദ്ദേശങ്ങളും പ്രവാചകന്റെ ഉത്ബോധനങ്ങളും അത് നമ്മൾ വകവെക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മിലേക്ക് ഇതുപോലുള്ള ശിക്ഷ അത് വന്നിറങ്ങുവാൻ കാരണമായേക്കും എന്ന ഒരു വലിയ ബോധം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് എന്നാണ്. ഈ ചരിത്രത്തിൽ നിന്നും നമ്മൾ ഗുണപാഠം ഉൾക്കൊണ്ടുകൊള്ളട്ടെ എന്ന നിർദ്ദേശമാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിന്റെ ആദ്യ ഭാഗത്ത് അലം തറ എന്ന പ്രയോഗത്തോടു കൂടി ആ ഒരു ചോദ്യശകലമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിച്ചിട്ടുള്ളത് എന്നാണ്. ഈ ആദ് സമൂഹത്തിന്റെ ശക്തിയെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഈ ആയത്തിന്റെ ശേഷമുള്ള ഭാഗം ദാത്തിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് എന്നിങ്ങനെ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അഥവാ തൂണിന്റെ ഉടമകളായ, തൂണുള്ളവരായ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മുൻകാലങ്ങളിലൊന്നും നിർമ്മിക്കപ്പെട്ടിട്ടില്ലാത്ത വിധം ഉയർന്ന കുന്നുകളിലും മറ്റും ഉന്നത സ്തംഭങ്ങളും കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചുകാണ്ട് വലിയ തൂൺകാലുകളിൽ കെട്ടിയുണ്ടാക്കിയ തമ്പുകളിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അപ്പൊ അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ദാത്തുൽ ഇമാദ്, ഇമാദിന്റെ ആളുകൾ അല്ലെങ്കിൽ തൂണിന്റെ ആളുകൾ എന്ന് അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്. അതേപോലെ തന്നെ അതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവർ സൃഷ്ടിച്ചു വെച്ച ചെയ്തികളെ കുറിച്ച് അള്ളാഹു സൂചിപ്പിച്ചു. ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, അതുപോലെയുള്ള സൃഷ്ടി വൈഭവങ്ങൾ ഒരിക്കലും തന്നെ മുൻകാലക്കാരും ചെയ്തിട്ടില്ല. അത്രയും വലിയ വ്യത്യാസങ്ങൾ ഭൗതികപരമായി അവർ ചെയ്തു വെച്ചിട്ടുണ്ട്, ഒരുപാട് പുരോഗമനങ്ങൾ അവർ കാട്ടിക്കൂട്ടിയിട്ടുണ്ട് എന്നൊക്കെ അവരുടെ ശക്തിയെ സൂചിപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുൻകാലങ്ങളിൽ ഒന്നും നിർമ്മിക്കപ്പെട്ടിട്ടില്ലാത്ത വിധം വലിയ കുന്നുകളൊക്കെ അവർ പിടിച്ചടക്കിക്കൊണ്ട് അതിൽ വലിയ തൂൺകാലികൾ സൃഷ്ടിച്ചുകൊണ്ട് അതിന്റെ മേലെ അവർ താമസിക്കുകയും അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിന്റെ ആ ഒരു സൂചനയാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അധ്യായത്തിൽ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, നാടുകളിൽ ഇതുപോലുള്ള തത്തുല്യമായതൊന്നും മറ്റാരും സൃഷ്ടിച്ചിട്ടില്ല അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ആദ് സമൂഹം സൃഷ്ടിച്ച ചെയ്തികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞപ്പോൾ അവിടെ യുഖ്ലഖ് എന്ന് പ്രയോഗിച്ചത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അഥവാ ഖലഖ യഖ്ലുഖ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ സൃഷ്ടിയിലേക്ക് ചേർക്കുമ്പോൾ ഒരു രീതിയിൽ ആശയം നൽകണം, സൃഷ്ടാവിലേക്ക് ചേർക്കുമ്പോൾ മറ്റൊരു രീതിയിൽ ആശയം നൽകണം. സൃഷ്ടാവിലേക്ക് ചേർക്കുമ്പോൾ നൽകപ്പെടേണ്ട ആശയങ്ങൾ ഒന്ന് ഈജാദുൻ ബഅദ അദ്മിൻ, അഥവാ ഇല്ലായ്മയിൽ നിന്നുമുള്ള സൃഷ്ടിപ്പ്, അത് സൃഷ്ടാവിന് മാത്രമേ കഴിയുകയുള്ളൂ. രണ്ടാമത്തേത് പരിവർത്തനം ചെയ്യുക, തഹ്വീലുദ്ദാത്ത്. മൂന്നാമത്തേത് തഗ്യീറുദ്ദാത്ത്. ഈ 3 വിശേഷണങ്ങളും സൃഷ്ടാവിനെ സംബന്ധിച്ച് ഖലഖ യഖ്ലുഖ് എന്ന ഒരു പദം പ്രയോഗിക്കുമ്പോൾ ചേർത്തി വെക്കേണ്ടതുണ്ട്, ഈ ആശയം നൽകപ്പെടേണ്ടതുണ്ട്. പക്ഷെ സൃഷ്ടിയിലേക്ക് ചേർക്കുമ്പോൾ ഇതിൽ 2 ആശയങ്ങൾ മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. അതിലൊന്ന് തഹ്വീലുദ്ദാത്ത്, അഥവാ പരിവർത്തനം ചെയ്യുക എന്നർത്ഥം. രണ്ടാമത്തേത് തഗ്യീറുദ്ദാത്ത്, അല്ലെങ്കിൽ മാറ്റുക എന്നർത്ഥം. അഥവാ ഒരു വസ്തു, ആ വസ്തുവിൽ പരിവർത്തനം ചെയ്ത് അതിൽ മറ്റു എന്തെങ്കിലും കണ്ടെത്തുവാനോ അല്ലെങ്കിൽ അത് വേറൊരു വസ്തുവാക്കി മാറ്റുവാനോ ഒക്കെ മനുഷ്യന്മാർക്ക് സാധിച്ചേക്കും. പക്ഷെ അതിലൊന്നാമത് പറഞ്ഞ ആ ഒരു വിശേഷണം ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കുവാൻ അതൊരിക്കലും മനുഷ്യന് സാധിക്കുകയില്ല, അത് സൃഷ്ടാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഖലഖ യഖ്ലുഖ്, സൃഷ്ടിക്കുക എന്ന ഈ ഒരു പദം അത് സൃഷ്ടിയിലേക്കും സൃഷ്ടാവിലേക്കും ചേർത്ത് വെക്കുമ്പോൾ രണ്ടും
രണ്ട് ആശയത്തിൽ നൽകണം എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇവിടെ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം, അദ്ദേഹത്തിന്റെ ജനവിഭാഗത്തെ സംബന്ധിച്ചുള്ള ആദ്യ ഇറം ഗോത്രക്കാരുടെ ചരിത്രമൊക്കെ ഏറെ വിശാലമായി കൊണ്ട് തന്നെ പഠിക്കേണ്ട ചരിത്രമാണ്. വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രമാണ് നാം പറഞ്ഞു വെച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ അവരുടെ ചെയ്തികളെ സംബന്ധിച്ചും അവരുടെ ചേഷ്ടകളെ സംബന്ധിച്ചും അവരുടെ അഹങ്കാരവും ധിക്കാരവും ഒക്കെ പ്രകടമായത് മൂലം അവർക്ക് സംഭവിച്ച വലിയ നഷ്ടം അത് നമ്മൾ തിരിച്ചറിയുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന തീരുമാനമെടുക്കുകയുമാണ് ഈ ഒരു സന്ദർഭത്തിൽ നാം ചെയ്യേണ്ടത്. അത്തരത്തിൽ അഹങ്കാരിയും ധിക്കാരിയുമായി മാറിക്കഴിഞ്ഞാൽ ഇരു ലോകവും നഷ്ടപ്പെടുന്ന വിധം അള്ളാഹു നമ്മെ നാശത്തിലേക്ക് ആഴ്ത്തിക്കളയുമെന്ന ഏറ്റവും വലിയ ഗുണപാഠം കൂടി ഈ ഒരു കഥ, ഈ ഒരു ചരിത്രം അത് നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ചിത്രീകരിക്കപ്പെടുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇനി 9-ാമത്തെ വചനത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ താഴ്വരയിൽ പാറ വെട്ടി കെട്ടിടമുണ്ടാക്കിയവരായ സമൂദ് ഗോത്രത്തെ കൊണ്ടും അഥവാ അവരെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത് എന്താണെന്ന് താങ്കൾ കാണുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നില്ലേ? സമൂദ് എന്ന് പറഞ്ഞാൽ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയാണ് ഈ സമൂദ് ഗോത്രക്കാർ. വലിയ പാറകളും അതേപോലെ തന്നെ വലിയ പർവ്വതങ്ങളും ഒക്കെ തുരന്ന് അതൊക്കെ ഒരു പട്ടണങ്ങളാക്കി മാറ്റുകയും അങ്ങനെ അതിൽ തന്നെ പാറകൾ കൊണ്ട് വീടുകൾ നിർമ്മിക്കുകയും പാർപ്പിടങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ അവർ ചെയ്തിരുന്നു. വലിയ ശക്തരായിരുന്നു അവരും. സമൂദ് ഗോത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നതായി കൊണ്ട് കാണാം. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഏകദേശം 1700ഓളം പട്ടണങ്ങൾ സമൂദ് ഗോത്രക്കാർക്ക് ഉണ്ടായിരുന്നു. ആ പട്ടണങ്ങളിൽ തന്നെ 27 ലക്ഷത്തിലധികം വീടുകളും മാളികകളും സമൂദ് ഗോത്രക്കാർ പണിഞ്ഞതായിക്കൊണ്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അവരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹിജ്റിലൂടെ പറഞ്ഞത്, വകാനൂ യൻഹിതൂന മിനൽ ജിബാലി ബുയൂതൻ ആമിനീൻ. അവർ വലിയ പർവ്വതങ്ങൾ കൊത്തിയുണ്ടാക്കി വീടുകൾ നിർമ്മിച്ചുകൊണ്ട് അതിൽ ആമിനീങ്ങളായിക്കൊണ്ട് അല്ലെങ്കിൽ നിർഭയത്വരായിക്കൊണ്ട് വസിക്കുന്നവരായിരുന്നു എന്ന്. സൗദി അറേബ്യയിലെ ഹിജാസിന്റെയും തബൂക്കിന്റെയും ഒക്കെ ഇടയിലുള്ള ഹിജർ എന്ന പ്രദേശമാണ് സമൂദ് ഗോത്രക്കാരുടെ നാട്. അതിനെ സംബന്ധിച്ച് അല്ലാഹു സൂറത്തുൽ ഹിജ്റിൽ തന്നെ പറയുന്നുണ്ട്, വലഖദ് കദ്ദബ അസ്ഹാബുൽ ഹിജ്ർ അൽ മുർസലീൻ. അഥവാ അസ്ഹാബുൽ ഹിജ്ർ, ഹിജ്റിന്റെ ആളുകൾ, അതായത് സമൂദ് ഗോത്രക്കാരാണ്, അവർ മുർസലീങ്ങളെ കളവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. പ്രവാചകന്മാരെ അവർ കളവാക്കിയിരിക്കുന്നു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബിമാരും എല്ലാവരും കൂടി തബൂക്കിലേക്കുള്ള ഒരു യാത്രയിൽ ഈ ഹിജ്ർ എന്ന പ്രദേശത്തിലൂടെ, ഈ സമൂദ് ഗോത്രക്കാരുടെ നാട്ടിലൂടെ ഇവരിങ്ങനെ നടന്നു പോകുന്നുണ്ട്. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ശിക്ഷ ഇറങ്ങിയ സ്ഥലം എത്തിയപ്പോൾ, ആ ഒരു പ്രദേശം എത്തിയപ്പോൾ തല താഴ്ത്തി പിടിച്ചുകൊണ്ട് വേഗത്തിൽ നടന്നു പോയതായി ഹദീസിൽ കാണാം. ശേഷം സ്വഹാബിമാരോട് പറഞ്ഞു, ലാ തദ്ഖുലു അലാ ഹഉലാഇൽ ഖൗമിൽ മുഅദ്ദബീൻ ഇല്ലാ അൻ തകൂനു ബാഖീൻ. അഥവാ ഈ ശിക്ഷ അവതരിപ്പിക്കപ്പെട്ട ജനവിഭാഗത്തിന്റെ നാട്ടിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ കരഞ്ഞുകൊണ്ടല്ലാതെ നടന്നു പോകരുത്. കാരണം അവർക്ക് ബാധിച്ചതുപോലെ നിങ്ങളെയും അത് ബാധിച്ചേക്കാം. അതുകൊണ്ട് ദുഃഖിതരായിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് വിഷമം പിടിച്ചവരായിക്കൊണ്ടാണ് നിങ്ങൾ അതിലൂടെ കടന്നു പോകേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് പറയുന്നതായിക്കൊണ്ട് ഹദീസിൽ കാണാം. ധിക്കാരികളും അഹങ്കാരികളുമായ ആ ജനവിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായ രീതിയിലുള്ള കാറ്റും ഘോരമായ ശബ്ദവും ഭൂമികുലുക്കവും ഒക്കെ മുഖേനയാണ് നശിപ്പിച്ചു കളഞ്ഞത്. അവർ തങ്ങളുടെ വീടുകളിൽ അവർ പാറകൾ തുരന്നുകൊണ്ട് കൊത്തിയുണ്ടാക്കിയ അവരുടെ ഭവനങ്ങളിൽ അവർ നിർഭയത്വമാണ്, അല്ലെങ്കിൽ പൂർണ്ണമായും സമാധാനമാണ്, ഞങ്ങളെ നശിപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല, ഭൂമി ലോകത്ത് തന്നെ ഞങ്ങളാണ് ഏറ്റവും ശക്തമായിട്ടുള്ളവർ എന്ന് വാദിക്കുകയും അഹങ്കരിക്കുകയും ധിക്കരിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കുകയും ചെയ്തിരുന്ന ആ ജനവിഭാഗത്തെ അവരുടെ ഭവനങ്ങളിൽ തന്നെ അവർ ജഡങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സംഭവത്തിൽ നിന്നും നമ്മൾ ഗുണപാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ധിക്കാരവും അഹങ്കാരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ദൈവനിഷേധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ ഇറങ്ങുവാൻ അത് കാരണമാകും എന്ന വലിയ ബോധം ഈ ജനവിഭാഗത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. മുൻകാലക്കാർ നശിപ്പിക്കപ്പെട്ടതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം ഒന്നടങ്കം നശിപ്പിക്കപ്പെടുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൈവനിഷേധം അധികരിച്ചു കഴിഞ്ഞാൽ റബ്ബിൽ നിന്നുള്ള ക്രോധം അത് ഒരു വിഭാഗത്തിനെങ്കിലും ശിക്ഷയായി വന്നു ഭവിച്ചേക്കാം എന്നത് തീർച്ചയാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതിനാൽ തന്നെ അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും ജീവിതത്തിൽ ഉടനീളം ജാഗ്രത പുലർത്തുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. മതനിഷ്ഠ ജീവിതത്തിൽ അനിവാര്യമാണ്. അതില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ കന്നുകാലികളായി മാറുവാൻ, അല്ലെങ്കിൽ അവരെക്കാൾ മോശം പിടിച്ചവരായി മാറുവാൻ അത് കാരണമായേക്കും. അതുകൊണ്ട് തന്നെ മതനിഷ്ഠയോടുകൂടി ജീവിക്കുവാൻ, ധാർമ്മിക ബോധം കൈമുതലാക്കിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ജനവിഭാഗത്തെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ കൂട്ടരെ സംബന്ധിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്വഭാവങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദുഷിച്ച പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ നിന്നും തുടച്ചു മാറ്റുവാനുള്ള ഒരു മാർഗം കൂടിയായിക്കൊണ്ട് നമ്മൾ അത് കാണേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പഠിക്കുന്ന അധ്യായങ്ങളിൽ നിന്നും ആയത്തുകളിൽ നിന്നും ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസം കൈമുതലാക്കിക്കൊണ്ട് ശരിയായ രീതിയിൽ ജീവിതം നയിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.